ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് 18ാമത്തെ നോമ്പിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സ്കൂളും മദ്രസ ഒക്കെ ലീവല്ലേ, അപ്പോൾ കുറച്ച് ദിവസത്തെ ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ കാണാം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മട്ടൻ്റെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മട്ടൻ കുറച്ച് കറി വെക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച കുട്ടികൾക്കൊക്കെ ബിരിയാണിയല്ലേ ഇഷ്ടം, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ബിരിയാണി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മട്ടന് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ മട്ടൻ ബിരിയാണീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കി തരുന്നുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഓയിൽ കണ്ടൻറ്റൊക്കെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൈ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ പാൽവാഴക്കാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രിങ്കായിട്ട് അപ്പോൾ ബത്തക്ക വെച്ചിട്ടുള്ളൊരു പാൽ സർബത്താണ്. അപ്പോൾ തണ്ണിമത്തൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും നല്ല തണുപ്പിച്ചെടുത്ത പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിപ്പോൾ നന്നാരി സർബത്തില്ലേ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നന്നാരി സർബത്ത് ആയാലും റൂഹാഫ്സ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് സാധാ പഞ്ചസാര ഇട്ടാലും ഈ ഒരു ഡ്രിങ്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, നന്നായിട്ട് തണുത്തോട്ടെ. ഇപ്പോൾ ഈ ഒരു ചൂട് കാലവും നോമ്പ് കാലവും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിന് ദാഹമില്ല നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നോമ്പ് നിൽക്കുന്നവർക്കറിയാം എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത പോലെയാണ്. ഫുഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വെള്ളമാണ് അല്ലേ. എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും ദാഹം തീരാത്ത പോലെയാണ്. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് കൊണ്ടൊന്നും മതിയാവില്ല. അപ്പോൾ കുറച്ച് ലൈമും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിനയിലയും ഇഞ്ചിയും ചെറുനാരങ്ങ കൂടെ മിക്സഡ് ജാറിലിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കസ്കസും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ ഡ്രിങ്കും അടിപൊളി ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം പാങ്കൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും ടേബിളിൽ സെറ്റാക്കി വെച്ചെടുക്കുകയാണ്. അപ്പോൾ പാൽവാഴക്കൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽവാഴക്ക് തേങ്ങാപ്പാലിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഒരു കളർ ചേഞ്ച് തേങ്ങാപ്പാലായതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ റെഡിയാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ പാൽവാഴക്കയുടെ റെസിപ്പിയും ചാനലിൽ അപ്ലോഡ് ആക്കിയതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ. കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ജ്യൂസും സർബത്തും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്ന് നോമ്പ് തുറയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണി ഇവിടെ വിളമ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബിരിയാണി അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ തൈര് ഉള്ളിയിട്ടുള്ളൊരു സാലഡും ഉണ്ട്. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി മാങ്ങാച്ചാറും കൂടെയാണ് കേട്ടോ. അത് ബിരിയാണിയുടെ കൂടെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അങ്ങനെ അതൊക്കെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ഇവിടെല്ലാം മട്ടനൊക്കെ നന്നായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ മസാലയൊക്കെ റെഡിയാക്കി ദമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മട്ടൻ നന്നായിട്ടുണ്ട് വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ്റെ ഒരു പീസും കുറച്ച് ഒരു ഉള്ളിയുടെ തൈരും പിന്നെ ഒരു അച്ചാറിൻ്റെ പീസും കുറച്ച് റൈസും കൂടി കൂട്ടി കഴിച്ചിട്ട് അടിപൊളി ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്.